കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഒരു വർഷം കൊണ്ട് 50% സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഒരു മാസം കൊണ്ട് 100% സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഈ പ്ലാനിലൂടെ അല്ലെങ്കിൽ ഈ ടിപ്സിലൂടെ സാധിക്കും. അപ്പോൾ ഞാനീ പറയാൻ പോകുന്ന ടിപ്സ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അതേ രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് 100% സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 5 ടിപ്സേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആദ്യത്തേന്ന് പറയുന്നത് മേക്ക് എ ഗുഡ് സ്റ്റഡി പ്ലാൻ എന്നുള്ളതാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു മാസമാണ് നമ്മൾ പഠിക്കാനെടുക്കുന്ന ടൈം എന്ന് വിചാരിക്കുക. അതായത് ഈ 30 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ 30 ദിവസത്തിൽ നമുക്ക് 10 സബ്ജക്റ്റാണുള്ളതെങ്കിൽ 30/10 ചെയ്യുക. അപ്പോൾ നമുക്ക് 3 കിട്ടും. അപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കാനായിട്ട് 3 ദിവസം എടുക്കുകയാണെങ്കിൽ 10 ചാപ്റ്റർ നമുക്ക് ഈ 30 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ 10 സബ്ജക്റ്റാണ് നമുക്കുള്ളത്. നമുക്ക് മുമ്പിൽ 30 ദിവസമാണുള്ളത്. 3 ദിവസം കൊണ്ട് ഒരു ചാപ്റ്റർ പഠിക്കുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് 10 ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത സബ്ജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഈ സ്റ്റഡി പ്ലാൻ വഴി ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഇത് വളരെയധികം ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കളക്ട് മോർ ഇൻഫർമേഷൻ എന്നുള്ളതാണ്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ പ്രഗത്ഭരായ ആളുകൾ എഴുതിയ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കളക്ട് ചെയ്യുക. ഇപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പറയാൻ മറ്റൊന്നുമല്ല, നമ്മളുടെ വരുന്ന സിലബസ് കേരള സിലബസിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എക്സാംസിൽ വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. പിന്നെയെന്ന് പറയുന്നത് പുസ്തകങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് കൂടാതെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നും അതുപോലെ തന്നെ മുതിർന്ന ചേച്ചിമാരുടെ അടുത്തു നിന്നും അതുപോലെ തന്നെ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിൽ നിന്നൊക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീക്ക്ലി എക്സാംസ് ആണ്. അപ്പോൾ ഈ 30 ദിവസത്തിൽ നമ്മൾ ഓരോ വീക്ക് കൂടുമ്പോൾ എത്ര ചാപ്റ്റർ പഠിച്ചോ ആ ചാപ്റ്റേഴ്സ് എക്സാം ചെയ്ത് എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. വീക്ക്ലി എക്സാം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാസം കൊണ്ട് നമ്മൾ പഠിക്കുമ്പോൾ ആ പഠിക്കുന്ന കാര്യങ്ങൾ 2 ആഴ്ചകൾ കൂടി അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോൾ എക്സാം ഇട്ട് പഠിക്കുകയാണെങ്കിൽ സെൽഫായിട്ട് നമുക്കൊരു ബോധവൽക്കരണമാകാനായിട്ട് സാധിക്കും. നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗുഡ് സ്ലീപ്പ് എന്നുള്ളതാണ്. അത് വളരെയധികം പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. ഒരു മനുഷ്യൻ, ചില ആളുകൾ അല്ലെങ്കിൽ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ നൈറ്റ് ഉറക്കമില്ലാണ്ട് വളരെയധികം സമയം ഇരുന്ന് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കും. പക്ഷെ അങ്ങനെ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഗുഡ് സ്ലീപ്പ് ഒരു 6, 7, 8 അപ്പോൾ 8 മണിക്കൂറെങ്കിലും മാക്സിമം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ മിനിമം ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡീസിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നൈറ്റ് ഉറക്കം കിടങ്ങുന്നതിനൊക്കെ മുമ്പ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തിട്ട് കിടന്നുറങ്ങുവാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ അതൊന്ന് റിവൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കത് മുഴുവനായിട്ട് റിവൈസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ മൈൻഡിൽ കിടന്ന് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ മോർണിംഗ് എഴുന്നേൽക്കുന്ന ടൈമിൽ നമുക്കത് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിസ്ട്രെസ് എന്നുള്ളതാണ്. അതായത് നമ്മൾ സ്ട്രെസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം എക്സാമിൻ്റെ തലേദിവസമാണ് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യാൻ പോവാതെ സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക, എപ്പോഴും കൂളായിട്ടിരിക്കുക, സോങ് അല്ലെങ്കിൽ മെലഡീസൊക്കെ കേട്ടുകൊണ്ട് പഠിക്കുന്നത് നമ്മുടെ മൈൻഡിനെ വളരെയധികം ഷാർപ്പാക്കാനുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്ട്രെസ്സ് അവോയ്ഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക. അപ്പോൾ ഈ 5 ടിപ്സായിരുന്നു എനിക്ക് നിങ്ങളോട് ഇന്ന് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. താങ്ക് യു.